Good afternoon. Okay, നമ്മുടെ ways to improve patient satisfaction ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? Be punctual. Okay. അവിടെ വരെ ക്ലിയർ ആണോ? Punctual വരെ ക്ലിയർ അല്ലേ? Be punctual വരെ ക്ലിയർ അല്ലേ? Okay. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇനി അത് മിസ് പറയുന്നില്ല, ഓൾറെഡി നിങ്ങൾ വായിച്ചൊന്ന് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇനി അടുത്ത നെക്സ്റ്റ് വൺ തുടങ്ങിയാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സെറ്റ് എക്സ്പെക്ടേഷൻസ് അല്ലെ, പ്രതീക്ഷകൾക്കനുസരിച്ച് സജ്ജമാക്കുക എന്നുള്ളത്. നോക്കിയേ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് can help set hopes by keeping all the information on their website, printed patient portal, printed collateral up to date always. നോക്കി ഇവിടെ എപ്പോഴും ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് can help set hopes by keeping all the information on their website. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ഈ പറയുന്ന പോലെ അവർ തരുന്ന എന്തെങ്കിലും നോട്ടീസുകളിലൂടെയാവാം, അവരുടെ വെബ്സൈറ്റുകളിലൂടെയാം, അല്ലെങ്കിൽ പേഷ്യന്റ് പോർട്ടലുകളിലൂടെയാവാം അല്ലെ. അങ്ങനെയൊക്കെയുള്ള രീതിയിലല്ലേ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട്, ഇന്ന ഡോക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത് അല്ലെ. സോ അത്തരത്തില് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നമുക്ക് തരുന്ന, അപ്പൊ അതിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷകൾ വരുന്നത് അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഏതെങ്കിലുമിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. സോ അത്തരത്തിലുള്ള സർവീസുകൾ അവിടെ കൊടുക്കുന്നുണ്ടാവാം, അത്തരം ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാവാം, അത്തരം ഉപകരണങ്ങൾ അവിടെ ഉണ്ടാവാം എന്ന് നമ്മളൊരു പ്രതീക്ഷയോടുകൂടിയല്ലേ ഒരു സ്ഥാപനത്തിൽ പോകുന്നേ അല്ലെ. അതൊക്കെ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സർവീസ് അവിടെ കൊടുക്കുന്നുണ്ട്, ആ സർവീസ് ചിലപ്പോ കുറച്ച് നാൾ മുൻപ് കൊടുത്തിരുന്ന സർവീസ് ആയിരിക്കും, അത് ചിലപ്പോൾ നിലവിൽ ഇപ്പൊ അവിടെ കൊടുക്കുന്നില്ല എങ്കിൽ അതിനനുസരിച്ച് അപ്ഡേഷൻസും വരുത്തണ്ടേ. അപ്പൊ അല്ലെങ്കിൽ ആ ഒരു സർവീസ് പ്രതീക്ഷിച്ചു വരുന്ന ഒരു പേഷ്യന്റിന് അത് കിട്ടണമെന്നില്ല അല്ലെ. അപ്പൊ ഇത്തരത്തില് ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, പേഷ്യന്റിന്റെ പോർട്ടൽ ആയിക്കോട്ടെ, പ്രിന്റഡ് ആയിട്ടുള്ള കൊളാട്രൽസ്, നോട്ടീസ്, ബ്രോഷേഴ്സ് പോലെയുള്ളവയായിക്കോട്ടെ, അപ് ടു ഡേറ്റ് ആയിട്ട് എപ്പോഴും സൂക്ഷിക്കേണ്ടത് ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഒരു പേഷ്യന്റ് ഹോപ്പ് അല്ലെങ്കിൽ അവിടെ ഒരു പ്രതീക്ഷ വെക്കുന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയോടുകൂടി ഒരു സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു വരുമ്പോ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു വരുമ്പോ അദ്ദേഹം അവിടെ ഇല്ല, അല്ലെങ്കിൽ ആ സർവീസ് നിലവിൽ ഇപ്പൊ അവിടെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസ് ഡിസാറ്റിസ്ഫൈഡ് ആവില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യൻസ് പ്രതീക്ഷിച്ചു വരുന്ന കാര്യങ്ങൾ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് അപ് ടു ഡേറ്റ് ആയിട്ട് ഇല്ല എങ്കിൽ അത് അതിൽ നിന്ന് മാറ്റി വേണം. ഇൻക്ലൂഡിങ് ആൻ FAQ സെക്ഷൻ on printed and digital material that direct how to refill prescription, receive care after hours, and schedule appointment also play a vital role in aligning patient hopes with their experiences. അതുപോലെ തന്നെ നമ്മുടെ FAQ ക്വസ്റ്റ്യൻസ്, എന്താണ് FAQ? ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ? ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റുകളിലൊക്കെ കയറുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയട്ടെ? അതായത് അവിടുത്തെ എന്താണ് കസ്റ്റമേഴ്സ് ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് അതിൽ ആൻസേഴ്സും കാണും അല്ലെ, കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും ഇത്തരത്തില് പ്രിന്റഡ് ആയിട്ടുള്ളതിലായിക്കോട്ടെ അല്ലെങ്കിൽ ഡിജിറ്റൽ മെറ്റീരിയൽ വഴി ആയിക്കോട്ടെ ഇത്തരത്തില് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയാലോ നമുക്ക് അവിടുത്തെ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ എന്താണ് റെസീവ് കെയർ ആഫ്റ്റർ അവേഴ്സ്, അതായത് നമ്മുടെ ഡേ ടൈം അല്ലാതെ അവിടെ 24 hours കെയർ കിട്ടുന്നുണ്ട്. ചില സ്ഥാപനങ്ങളിൽ 24 hours കെയർ ഒന്നും കൊടുക്കാറില്ല അല്ലെ. ഒരു കാഷ്വാലിറ്റി കാര്യങ്ങൾ ഉണ്ടാവായിരിക്കും, അല്ലാതെ 24 ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ടിട്ടില്ലേ 24/7 hours എല്ലാ സർവീസുകളും കിട്ടുന്ന സ്ഥാപനങ്ങളുണ്ട്, കണ്ടിട്ടില്ലേ അത്? അപ്പൊ അതല്ലാതെയുള്ള സ്ഥാപനങ്ങളും ഉണ്ട്, അതുപോലെ 24 hours കെയർ കൊടുക്കാത്ത ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളും ഉണ്ട് അല്ലെ. സോ അത്തരത്തിൽ ഈ ഒരു സ്ഥാപനത്തിൽ അങ്ങനെ കൊടുക്കുന്നുണ്ടോ? ചില പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കാര്യമാണ് അല്ലെ, ഈ ഒരു സ്ഥാപനത്തിൽ ഇന്ന രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നുണ്ടോ, ഇന്ന രീതിയിലുള്ള ഫെസിലിറ്റികൾ. കൂടുതൽ ആളുകൾ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിരിക്കും അതിൽ കാണാം, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ
ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട ആ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ അതും ഒരു പ്രധാന റോള് ഇവിടെ അല്ലെങ്കിൽ എന്താണ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇൻ അലൈനിങ് പേഷ്യന്റ് ഹോപ്സ് വിത്ത് ദെയർ എക്സ്പീരിയൻസസ്, അവരുടെ അനുഭവത്തിനനുസരിച്ച് അവർക്ക് പ്രതീക്ഷകൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു FAQ സെക്ഷനുകളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോജനപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു പേജ് തുറക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലുമായി ബന്ധ പേജ് ആണെങ്കിൽ അത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു FAQ ക്വസ്റ്റ്യനിലൂടെ അവർ അതിനുള്ള ആൻസറുകൾ കൊടുത്തിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ നിങ്ങൾ? ആൻസറുകൾ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുകൾ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കുക മാത്രമല്ല, തിരികെ അതിന് ആൻസറും കൊടുക്കും, റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ കൊടുത്തു കഴിയുമ്പോ അതിലൂടെ നമുക്കിപ്പോ ഒരു പേഷ്യന്റ് ആണ്, മറ്റൊരാളിനോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അവർക്ക് കൊടുത്ത ആൻസർ ആയിരിക്കും. പക്ഷെ അതിലൂടെ നമുക്ക് അറിയേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവില്ലേ? മനസ്സിലാവോ? ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത്? ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വേണം എന്നില്ല കേട്ടോ. ഈ FAQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഓൺലൈൻ ആയിട്ടൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല? അത് എളുപ്പത്തിൽ പറഞ്ഞാണ് മിസ്, കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എന്തെങ്കിലും ഒക്കെ ഷോപ്പിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സ്ക്രോൾ ചെയ്ത് നോക്കിയാണെങ്കിൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കാണും. കണ്ടിട്ടുണ്ടോ അത്? ഒരു ഡ്രസ് മെറ്റീരിയൽ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിന് എന്തൊക്കെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട്, മെറ്റീരിയൽ ഏതാണ്, അതിന്റെ ലെങ്ത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ച് അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അപ്പൊ നമുക്ക് അതിൽ നിന്ന് നമുക്ക് അറിയേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മൾ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾക്കുള്ള ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടില്ലേ അതിൽ നിന്ന്. അപ്പൊ അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ സർവീസുകളുണ്ട്, അവിടുത്തെ ആ ഒരു കെയർ എങ്ങനെയാണ്, അവിടുത്തെ ആ ഒരു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ സെക്ഷനിലൂടെ നമുക്ക് അതിനുള്ള ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് ഹോപ്പ് സെറ്റ് ചെയ്യാൻ പറ്റില്ലേ? ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇന്ന കാര്യം കിട്ടും എന്നൊരു പേഷ്യന്റിന് പ്രതീക്ഷകൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയും പ്രതീക്ഷകൾ സെറ്റ്. അപ്പൊ അതും എന്ത് ചെയ്യണം? അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലേ? അപ്പൊ പുതിയതായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് കാര്യങ്ങളാണെങ്കിൽ അവിടെ നിലവിൽ അത്തരം സർവീസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതവിടെ പറയാം. അല്ലെങ്കിൽ പറയാം മുൻപുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അതിന് കൂടി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന രീതിയിൽ ആൻസേഴ്സ് ആണെങ്കിലൊക്കെ കൊടുക്കുമ്പോൾ അത്തരത്തിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള രീതിയിൽ ശ്രദ്ധ കൊടുക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളിലൂടെ പേഷ്യൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഹോപ്പ് സെറ്റ് ചെയ്തിട്ട്, പ്രതീക്ഷകൾ സെറ്റ് ചെയ്തിട്ടാണ് അവർ ഓരോ ഹോസ്പിറ്റലിലേക്കും വരുന്നത്. അത്തരം സ്പെഷ്യലൈസേഷൻസ് കിട്ടും, ട്രീറ്റ്മെന്റ് കിട്ടും എന്ന രീതിയിൽ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുന്ന എന്തൊരു ഇൻഫർമേഷൻ ആണെങ്കിലും അത് അപ് ടു ഡേറ്റ് ആയിട്ടായിരിക്കണം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനനുസരിച്ച് പേഷ്യൻസ് സെറ്റ് ചെയ്ത് വരുന്ന ആ ഒരു പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ടുള്ള എന്ത് കൊടുക്കണം അവിടെ? അവരെന്താണോ പ്രതീക്ഷിച്ച് വരുന്നത് അതിനനുസരിച്ചുള്ള കെയറും ട്രീറ്റ്മെന്റും ഒക്കെ ഇവിടെ കൊടുക്കണ്ടേ. എന്നാലല്ലേ നമുക്ക് പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അവര് സെറ്റ് ചെയ്യുന്ന ആ ഒരു പ്രതീക്ഷകള് നമ്മൾ ഈ കൊടുക്കുന്ന സാധനങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് അല്ലെ. ഇപ്പൊ ഒരു ഓൺലൈൻ വെബ്സൈറ്റുകളിലൂടെ നമുക്ക് കാണുന്ന കാര്യങ്ങളിലൂടെ ആവാം, പേഷ്യൻസിന്റെ പോർട്ടലിലൂടെ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്രോഷേഴ്സോ നോട്ടീസുകളോ വഴിയാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടാവാം. അപ്പൊ അത്തരത്തിലൂടെ അവർ സെറ്റ് ചെയ്ത് വരുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ അനുസൃതമായിട്ട് നമ്മളിവിടെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരിക്കണം വേണ്ടേ. എന്നാ മാത്രമേ അവര് പ്രതീക്ഷിച്ച രീതിയിലുള്ള പരിചരണവും ട്രീറ്റ്മെന്റും ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ആ പേഷ്യൻസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലായോ? സെറ്റ് എക്സ്പെക്ടേഷൻ എന്താന്നുള്ളത് വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ.
ഓക്കെ, നെക്സ്റ്റ് വൺ പറയട്ടെ. നെക്സ്റ്റ് വൺ ആണ് go digital. Hospital can do just about anything with a few taps on our phone. From paying our bills to booking a vacation അല്ലാട്ടോ, വാക്സിനേഷൻ എന്നാണ്. അപ്പൊ നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും, അതായത് മുൻപ് നമ്മള് ഒരു ഫോൺ, നമുക്ക് എന്ത് കാര്യം, ഇപ്പൊ ബില്ലായിക്കോട്ടെ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിൽ ഒരു ടാപ്പിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്, അല്ലേ? ഇല്ലേ? അതുപോലെ നമ്മൾ ഡിജിറ്റലൈസ്ഡ് ആവുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ബില്ല് പേ ചെയ്യുന്നത് മുതൽ ഒരു വാക്സിൻസ് ബുക്ക് ചെയ്യുക മുതലായിട്ടുള്ള എന്തൊരു കാര്യമാണെങ്കിലും, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളോ നമുക്ക് ഫോണിൽ കുറച്ച് ഫ്യൂ ടാപ്സിലൂടെ തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. സോ ഡിജിറ്റലൈസിങ് അല്ലെങ്കിൽ യുവർ പ്രാക്ടീസ് ക്യാൻ ജനറേറ്റ് പ്രൊഫഷൻസി ഫോർ യുവർ സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ് ദാറ്റ് മേക്ക് ബെറ്റർ എവരിവൺസ് എക്സ്പീരിയൻസ്. ഇവിടെ ഡിജിറ്റലൈസ് ചെയ്യുക, നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, എല്ലാ സംവിധാനങ്ങളും ഡിജിറ്റലൈസ് ആവുക എന്ന് പറയുന്നത് അതിലൂടെ അവിടുത്തെ സ്റ്റാഫുകളുടെ അതുമായി ബന്ധപ്പെട്ട ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻസി വർദ്ധിപ്പിക്കാൻ പറ്റില്ലേ? നമുക്ക് പറ്റില്ലേ? മുൻപ് ഉണ്ടായിരുന്ന ഒരു സംവിധാനങ്ങളല്ല, കുറച്ചും കൂടി ഡിജിറ്റലൈസ് ആവുക, അതിലുള്ള അവരുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ലേ? പറ്റുമോ? പേഷ്യൻസിന് അതുമായി ബന്ധപ്പെട്ട അറിവ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ലേ? ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ലായിരിക്കും, അല്ലെ? ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്നിരിക്കാം. ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവുകയല്ലേ ചെയ്യുന്നേ, അല്ലേ? പിന്നെ നമുക്ക് അറിയാവുന്നവരുടെ വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും, ഇല്ലേ? ചെയ്തു കൊടുക്കാറുണ്ടോ? അപ്പൊ അതുപോലെ പേഷ്യൻസിന്റെ ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളുടെ ആണെങ്കിലും അവരുടെ ആ ഒരു പ്രൊഫഷൻസി അല്ലെങ്കിൽ അതിലുള്ള ഒരു കഴിവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇത്തരം പ്രാക്ടീസിലൂടെ, ഇത്തരം രീതികളിലൂടെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ എല്ലാവരുടെയും എക്സ്പീരിയൻസും മികച്ചതാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? പുതിയൊരു അനുഭവം നമുക്ക് മികച്ചതാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? And the right software allow to digitize every step of the patient journey from booking an appointment to paying their deductibles. അപ്പൊ നമുക്ക് ഒരു പേഷ്യന്റ് ശരിയായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നതെങ്കിൽ പേഷ്യൻസിനെ ആ ഒരു ജേർണി, ആ ഒരു സ്ഥാപനത്തിലുള്ള, ആ ഒരു ഹോസ്പിറ്റലിലുള്ള യാത്രയിലുടനീളം എല്ലാ സ്റ്റെപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റലൈസ്ഡ് ആക്കാൻ പറ്റും. ഇത് ബുക്ക് ചെയ്യുന്നത് മുതൽ, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നത് പോലെ അവർക്ക് ലാസ്റ്റ് വരുന്ന ബില്ല് പേ ചെയ്യുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റലൈസ് ആക്കാനായിട്ട് ഒരു ശരിയായ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പേഷ്യൻസിനും അതിലുള്ള അറിവുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട്, സ്റ്റാഫുകളുടെയും ആ ഒരു പ്രൊഫഷൻസിലെയും കാര്യക്ഷമത നമുക്ക് അതിൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും മികച്ചൊരു എക്സ്പീരിയൻസും നമുക്ക് ഇതിലൂടെ നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിച്ചു നോക്കി, ഗോ ഡിജിറ്റൽ. Okay. Then next one ആണ് decrease wait time. Wait times കുറയ്ക്കുക. Decrease the amount of time that patients spend in waiting room. വെയിറ്റിംഗ് റൂമില് പേഷ്യൻസ് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു വെയിറ്റിംഗ് ടൈമിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ടൈമിന്റെ എമൗണ്ട് എന്ത് ചെയ്യുക? പരമാവധി കുറയ്ക്കുക. Plan to get rid of time spent traveling to and from appointment, removing stress and attendance barriers for in many patients. ഇതിലൂടെ ഒരുപാട്, നമ്മുടെ ഒരുപാട് അവർ ഓൾറെഡി ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റുകളോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നതും പോകുന്നതും, അല്ലെ? അപ്പൊ അതിന്റെ കൂടെ അവർക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് അവരിൽ സ്ട്രെസ്സോ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ അത്തരം സ്ട്രെസ് റിമൂവ് ചെയ്യാനും അറ്റൻഡിങ് ബാലൻസ് ഫോർ മെനി പേഷ്യൻസിന് അവിടെ പേഷ്യന്റ് ഡോക്ടേഴ്സിനെ അറ്റൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കാനും അവരത് എപ്പോഴും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അവർ വളരെ കുറഞ്ഞ വെയിറ്റിംഗ് ടൈം മാത്രം സ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക.
Patient registration paperwork also contribute to longer wait time. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേഷ്യൻസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വെയിറ്റിംഗ് ടൈം എടുക്കേണ്ടി വരാറില്ലേ? ഒരുപാട് നേരം നമ്മൾ ക്യൂ നിന്ന് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫോം വാങ്ങി അത് ഫില്ല് ചെയ്ത് കൊടുത്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കാറില്ലേ? എടുക്കാറുണ്ടോ ആ പേപ്പർ വർക്ക് ചെയ്യാനായിട്ട്? ഉണ്ടോ? അപ്പൊ അങ്ങനെയൊന്നും ഒരുപാട് സമയം അവർ വെയിറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. ഹോസ്പിറ്റൽ ക്യാൻ യൂസ് എ സെക്യൂർ ഓൺലൈൻ പ്രോഗ്രാം ടു ലെറ്റ് ദ പേഷ്യന്റ് complete and submit their registration paperwork before their appointment, further deducting time spent in the waiting room. ഇവിടെ എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യം യൂസ് എ സെക്യൂർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാം ഉപയോഗിക്കുക. അങ്ങനെ സുരക്ഷിതമായ ഒരു ഓൺലൈൻ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റണം? അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കൊക്കെ എളുപ്പത്തിൽ പൂർത്തിയാക്കാനും അത് സബ്മിറ്റ് ചെയ്യാനും ഒക്കെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനും അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും അതിനനുസരിച്ച് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വെയിറ്റിംഗ് ടൈം ഒക്കെ അവർക്ക് കുറയ്ക്കാനും സാധിക്കുന്ന രീതിയിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാമുകൾ അവിടെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നതാണ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഡിക്രീസ് വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാല് പേഷ്യൻസ് വെയിറ്റിംഗ് റൂമുകളിലായിക്കോട്ടെ മറ്റ് ഇടങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുന്ന രീതിയിൽ ആവശ്യമായ പ്ലാനിങ്ങുകൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി ഇപ്പോ ഒരു എന്താണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും പേപ്പർ വർക്കുകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒരുപാട് വെയിറ്റിംഗ് ടൈംസ് വേണ്ടി വരാറുണ്ട്. സോ അത്തരം കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല സെക്യൂർ ആയിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാമുകൾ ഉപയോഗിക്കുകയും അതിനനുസരിച്ച് പേഷ്യൻസിന് എളുപ്പത്തിൽ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും അപ്പോയിന്റ്മെന്റുകൾ മുമ്പായിട്ട് എളുപ്പത്തിൽ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനും അതുമായി ബന്ധപ്പെട്ട വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാനും സാധിക്കുന്നു. വേഗം ഒന്ന് വായിക്കട്ടെ. ഡിക്രീസ് വെയിറ്റ് ടൈംസ്. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് ആണ് ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പരിചരണം നൽകുക. പേഷ്യന്റ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഷുഡ് ബി അറ്റ് കോർ ഓഫ് എവരിതിങ് ദ ഹോസ്പിറ്റൽ ആൻഡ് ദ സ്റ്റാഫ് ഡു. ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടുത്തെ ജീവനക്കാരാണെങ്കിലും എന്ത് കാര്യം ചെയ്താലും അതിന്റെ പ്രധാന കോർ അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ആരോഗ്യവും അവരുടെ ക്ഷേമവും തന്നെയാണ്. അല്ലെ? പേഷ്യൻസിന്റെ ആരോഗ്യവും ക്ഷേമവും മുൻനിർത്തി തന്നെയാണ് ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അവിടുത്തെ സ്റ്റാഫുകൾ ആയിക്കോട്ടെ എന്ത് കാര്യം ചെയ്യുന്നത്. അല്ലെ? പേഷ്യൻസ് അല്ലേ അവരുടെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത്. പേഷ്യൻസിന് നല്ല ആരോഗ്യവും ക്ഷേമവും കിട്ടുക എന്നതാണ് ഏതൊരു ഹോസ്പിറ്റലിലെയും അവിടുത്തെ ജീവനക്കാരുടെയും എന്ത് കാര്യത്തിന്റെയും ഒരു കോർ അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്നത്. സോ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ consider the patient values and individual preferences as well as their health requirement. അപ്പൊ പേഷ്യൻസിന് ഒരു ഫോക്കസ്ഡ് കെയർ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിചരണം നൽകുക എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ വാല്യൂസ് അവരുടെ മൂല്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള പരിചരണം നൽകുക എന്നതാണ്. Education and technological update that streamline their experience, donate to patient-focused care, eventually improving the patient experience and the patient satisfaction score. അതുപോലെ തന്നെ കൃത്യമായിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിക്കൽ അപ്ഡേറ്റ് that streamline their experience, donate to patient-focused care. അപ്പൊ ഇവിടെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ശരിയായ രീതിയിൽ എഡ്യൂക്കേഷൻസ് കൊടുക്കുക, ടെക്നോളജിക്കൽ ആയിട്ടുള്ള അപ്ഡേഷൻസ് നടത്തുക. ഇതിലൂടെയൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് കിട്ടുകയും അതിലൂടെ നല്ലൊരു പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തുള്ള പരിചരണം സ്റ്റാഫുകൾക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ഇവൻച്വലി ഇംപ്രൂവിംഗ് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ. ഇത്തരത്തില് രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിചരണം ഓരോ പേഷ്യൻസിനും കിട്ടുമ്പോൾ അതിലൂടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മികച്ചതാക്കാം. അതിന്റെ ഫലമായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറും നമുക്ക്
ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ എന്ന് പറഞ്ഞാല് ഏതൊരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അവരുടെ ജീവനക്കാർ ചെയ്യുന്ന എന്ത് കാര്യവും പേഷ്യൻസിന്റെ ആ ഒരു ഹെൽത്തിനെയും അവരുടെ ക്ഷേമത്തെയും മുൻനിർത്തി തന്നെയായിരിക്കുന്നു. അപ്പോൾ എല്ലാ പേഷ്യൻസിനും അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിചരണം നൽകുക എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ മൂല്യങ്ങൾ എന്താണ്, അവരുടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് എന്താണ്, അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യകതകൾ എന്താണ്, അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിചരണം നൽകുക എന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൃത്യമായ എഡ്യൂക്കേഷൻസ് നൽകുക, ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് നടത്തുക, അതിലൂടെ മികച്ചൊരു എക്സ്പീരിയൻസ് അവർക്ക് ലഭിക്കുകയും അതിനനുസരിച്ച് വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണം നൽകാനും സാധിക്കുന്നു. ഇതിലൂടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിന് മികച്ചതാക്കാം. അതിന്റെ ഫലമായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. വായിച്ചു നോക്കിയ ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. ഓക്കെ അല്ലേ? ഓക്കെ, ലാസ്റ്റ് വൺ ആണ് എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. നോക്കിയേ, അപ്പോൾ എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആജീവനാന്ത പഠനം പ്രോത്സാഹിപ്പിക്കാണ്. നോക്കിയേ, ഹെൽത്ത് കെയർ പ്രാക്ടീസസ് ആൻഡ് സിസ്റ്റംസ് ആർ കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ്. ഒരു ആരോഗ്യ പരിചരണ മേഖലയുമായി ബന്ധപ്പെട്ട അവിടുത്തെ രീതികളായിക്കോട്ടെ, സംവിധാനങ്ങളായിക്കോട്ടെ, കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഇവോൾവിംഗ്, ഈ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? പരിണാമം സംഭവിക്കുന്ന ഏരിയയാണ്, ശരിയല്ലേ? എപ്പോഴും നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന രീതികളും സിസ്റ്റംസും ആണോ ഇപ്പൊ ഉപയോഗിക്കുന്നത്? അല്ല, അതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ? ചേഞ്ചസ് വരുന്ന ഒരു മേഖലയാണ് ഒരു ഹെൽത്ത് കെയർ മേഖല എന്ന് പറയുമ്പോൾ. സോ ടു കീപ് പേസ്, health care professionals require access to vast continuing education courses that expand their knowledge base and improve their ability to provide high quality care. അപ്പൊ ഇത്തരത്തില് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വളരെ വേഗത്തിൽ അതിനനുസരിച്ച് നമുക്ക് നീങ്ങണമെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എപ്പോഴും require access to vast continuing education courses, വളരെ മികച്ച രീതിയിൽ തുടർച്ചയായിട്ടുള്ള വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ കോഴ്സുകളിൽ ഇവർ എന്ത് ചെയ്യണം? ലഭ്യമായിരിക്കണം അവർക്ക്. ആ എക്സ്പാൻഡ് ദെയർ നോളജ്, അത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള എഡ്യൂക്കേഷൻ കോഴ്സുകൾ ഇവർ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ അവരുടെ നോളജ് വർദ്ധിപ്പിക്കാൻ പറ്റും. അതിലൂടെ അവരുടെ കഴിവുകളാണെങ്കിലും നോളജ് ഒക്കെ വർദ്ധിപ്പിക്കാനും അതിനനുസരിച്ച് വരുന്ന ഓരോ പേഷ്യൻസിനും ഉയർന്ന ക്വാളിറ്റിയിലുള്ള പരിചരണം കൊടുക്കാനും സാധിക്കുന്നുണ്ട്. With the right skill set, practitioner can help increase patient satisfaction score. അപ്പൊ മികച്ച ഒരു സ്കിൽ അവർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രാക്ടീഷണർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ആ ഒരു ആജീവനാന്ത പഠനത്തെ പ്രോത്സാഹിപ്പിക്കുക. അതായത് ഹെൽത്ത് കെയർ പ്രാക്ടീസ് അവരുടെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ് ആണ്, എപ്പോഴും വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായ രീതിയിൽ ആ വേഗതയിൽ തന്നെ നമ്മൾ അവിടെ നിലനിർത്തണമെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് ആവശ്യമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കോഴ്സുകൾ അവർക്ക് ലഭ്യമാക്കി നൽകുകയും അതിലൂടെ അവരുടെ നോളജും സ്കില്ലും എബിലിറ്റിയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റണം? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനനുസരിച്ച് അവർക്ക് വരുന്ന ഓരോ പേഷ്യൻസിനും ഹൈ ക്വാളിറ്റിയിലുള്ള കെയർ നൽകാനും സാധിക്കും. സോ അത്തരത്തിൽ നല്ല സ്കില്ല് സെറ്റ് ചെയ്താൽ നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കാനും അതിനനുസരിച്ച് പേഷ്യന്റ് വരുന്ന ഓരോ പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനും ആ സാറ്റിസ്ഫാക്ഷൻ സ്കോർ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. വായിച്ചു നോക്കിയ എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ.
ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് മിസ് അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോ നിങ്ങൾക്ക് അതിരാ മിസ്സിന്റെ തേർഡ് മോഡ്യൂൾ ആണോ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്? തേർഡ് മോഡ്യൂൾ ആണോ? തേർഡ് മോഡ്യൂളിൽ ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ടോ? ഏതെങ്കിലും ചാപ്റ്റേഴ്സ്? ഇല്ല, ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണോ എടുക്കുന്നത് ഇപ്പൊ? അതോടെയല്ലേ ഉള്ളൂ. തേർഡ് മോഡ്യൂൾ എല്ലാം കംപ്ലീറ്റ് അല്ലേ ചാപ്റ്റേഴ്സ്? ബാക്കിയെല്ലാം കംപ്ലീറ്റ് അല്ലേ? ഫോർത്ത് മോഡ്യൂളില് കുറച്ചുണ്ടെന്ന് അറിയാം കേട്ടോ. അപ്പൊ നമ്മളെ നെക്സ്റ്റ് അടുത്തൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ 11 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ കേട്ടോ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ചാപ്റ്റർ എളുപ്പമല്ലേ? എളുപ്പമുള്ള ചാപ്റ്റർ ഇല്ലേ ഇത്? ഒരുപാട് ടേംസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചാപ്റ്റർ അല്ലേ? അല്ലേ? കുറെ മറ്റു ചാപ്റ്റേഴ്സിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എളുപ്പമല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളൊന്നും എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് മനസ്സിലാക്കി വെച്ചാല് എളുപ്പത്തിൽ മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ടി നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട പഠിച്ചെടുക്കാൻ. അതേസമയം മറ്റു ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടേംസും കാര്യങ്ങളൊക്കെ കുറവല്ലേ ആ ചാപ്റ്ററിൽ. നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാ പറയുന്നത് അല്ലെ? ഇവിടെയും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററും വളരെ എളുപ്പം. നിങ്ങൾക്ക് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ഓൾറെഡി നമ്മുടെ സ്കൂളിലൊക്കെ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട് അല്ലെ? പഠിച്ചിട്ടില്ലേ? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ബേസിക്സ് അറിയാത്ത ആരുമില്ല അല്ലെ? ഇപ്പൊ എന്തൊരു ജോലിക്കാണെങ്കിലും ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇത് പഠിക്കുന്നത്? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒരു കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ടോ? വരുന്നുണ്ട് അല്ലെ? ഏതൊരു ജോലിക്ക് ഇപ്പൊ നമ്മൾ ചെന്നാലും അപ്പോൾ ഇപ്പൊ HID അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു കോഴ്സ് വേണമെന്നില്ല. ഏതൊരു ജോലിക്ക് നമ്മൾ ചെല്ലുമ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നതിൽ ഒരെണ്ണം ഉൾപ്പെടുന്നത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട നോളജ് ഉണ്ടോ? ചോദിക്കില്ലേ? എന്തൊരു ജോലിക്ക് ചെല്ലുമ്പോഴും അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു മാനദണ്ഡമായിട്ട് പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവും. കാരണം ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങളും എല്ലാം കമ്പ്യൂട്ടർ വൽക്കരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിജിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞു അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജോലികൾ നമുക്കും ചെയ്യാനുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ അറിവ് നമുക്ക് ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ടും ആദ്യം നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ കമ്പോണൻസ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാട്ടോ. നിങ്ങൾ ഓൾറെഡി CPU, അതുപോലെ തന്നെ മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? നമ്മള് ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിക്കുന്നതല്ലേ? അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അത്തരത്തില് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടോ? അത് മാത്രമേ പഠിക്കും. ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടാ. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്തെടുക്കാന്ന് വിചാരിച്ചാൽ മതി. അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ MS ഓഫീസ് കേട്ടിട്ടുണ്ടോ? MS ഓഫീസ് ഇതൊക്കെ നമ്മൾ 10th വരെ നമ്മൾ എക്സാമിനൊക്കെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ ഇതൊക്കെ കേട്ടിട്ടില്ലേ? പവർ പോയിന്റ് ഇതൊക്കെ കേട്ടിട്ടുള്ളതല്ലേ? അപ്പൊ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഈ 3 പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ 3ന്റെയും ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മളൊരു ഹോസ്പിറ്റൽ തലത്തിൽ വരുമ്പോൾ അത് എന്തിനു വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതിന്റെ ആപ്ലിക്കേഷനും പഠിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അവിടുത്തെ സെക്യൂരിറ്റി, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള നമ്മുടെ ഇന്റർനെറ്റ്, മെയിൽ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ബ്രൗസേഴ്സ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. എളുപ്പത്തിലുള്ള ചാപ്റ്ററാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആ ഉള്ളത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രമാണ്. അപ്പൊ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് നമ്മൾ നോക്കാറുള്ളത്, അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോ ഫസ്റ്റ് നോക്കാം, കമ്പ്യൂട്ടേഴ്സ് ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡേറ്റ. ഡിജിറ്റൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. നമുക്കറിയാലോ അത്, അല്ലെ? കമ്പ്യൂട്ടർ കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല, അല്ലെ? ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ്, അല്ലെ? ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡേറ്റ. ഡിജിറ്റൽ ഡേറ്റാസ് പ്രോസസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഉപകരണമാണ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. They consist of hardware and software components that work together to carry out various tasks. ഈ ഒരു കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർസ് ഉണ്ട്, സോഫ്റ്റ്വെയർസ് ഉണ്ട്. കേട്ടിട്ടുണ്ടല്ലോ പേര്? ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും. ജസ്റ്റ് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് എന്താണെന്നൊക്കെ നമ്മൾ താഴെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഹാർഡ്വെയർ കമ്പോണൻസും ഉണ്ട്, സോഫ്റ്റ്വെയർ കമ്പോണൻസും ഉണ്ട്. ഈ രണ്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് നമുക്ക് പല ടാസ്കുകളും കമ്പ്യൂട്ടറിനെ വെച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ? Then the fundamental components of a computer consist of a central processing unit, CPU, memory, input or output devices, storage devices. ഒരു കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് പറയുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് CPU, മെമ്മറി, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ്, ഇതൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. Then CPU is said to be the brain of the computer. അതിൽ CPU-നെ അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനെ അല്ലെങ്കിൽ CPU-നെ നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയുന്നത് ചോദിക്കാറുണ്ട് കേട്ടോ. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? CPU ആണ് കേട്ടോ. CPU ആണ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്യാരിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, അതിനനുസൃതമായിട്ട് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനും കാൽക്കുലേഷൻസ് കണക്കുകൂട്ടലുകൾ പെർഫോം ചെയ്യാനും നടത്താനും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന CPU. Then memory store data. അതിൽ ആ ഒരു സെന്റൻസ് വേണ്ട കേട്ടോ, അത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. മെമ്മറി സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ that the CPU requires to access quickly. ഇവിടെ ഈ മെമ്മറി എന്ത് ചെയ്യുന്നു? ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. ഡേറ്റാസും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നു. CPU-ന് പെട്ടെന്ന് അത് ക്വിക്ലി അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻസ്ട്രക്ഷൻസും ഡേറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ മെമ്മറിയിലാണ്. Then input or output device make the user able to interact with the computer. നമുക്ക് ഈ ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസുകളുടെ സഹായത്തോടു കൂടിയല്ലേ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അല്ലെ? ത്രൂ എ കീബോർഡ് ആൻഡ് മൗസ്. അപ്പൊ ഒരു ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയുമ്പോൾ എന്താ? കീബോർഡ്, മൗസ് ഒക്കെയാണ് ഇൻപുട്ട് ഡിവൈസുകൾ, അല്ലെ? അപ്പൊ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോഴോ ഏതൊക്കെ വരാം? കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുക്കുന്നതാണ് ഇൻപുട്ട്, നമുക്ക് തിരികെ ലഭിക്കുന്നതാണ് ഔട്ട്പുട്ട്. മോണിറ്റേഴ്സ്, പ്രിന്റേഴ്സ്, അല്ലെ? സ്പീക്കേഴ്സ്, എല്ലാം വരാം, അല്ലെ? ഒരുപാട് എക്സാമ്പിൾ പറയും, അല്ലെ? ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാം ഫോർ ലോങ് ടേം യൂസ്. ഇനി അടുത്തത് സ്റ്റോറേജ് ഡിവൈസ് ആണ്. സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡേറ്റാസും പ്രോഗ്രാമും ഒക്കെ നമുക്ക് ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്യുന്ന ഇടമാണ്. Then operating system and applications are software program that allow the computer to perform specific tasks. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അതുപോലെ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറിന് പല പല സ്പെസിഫിക് ടാസ്കുകൾ
പെർഫോം ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. അപ്പൊ ആദ്യത്തെ ആ ഒരു ഭാഗത്തില് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ആദ്യത്തെ ഭാഗത്തില് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നാമത്തേതായിട്ട് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എക്വിപ്മെന്റുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡേറ്റ. ഡിജിറ്റൽ ഡേറ്റാസിനെ പ്രോസസ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ. ദേ കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണന്റ്. ഇതില് ഹാർഡ്വെയർസ് കമ്പോണൻസും ഉണ്ട്, സോഫ്റ്റ്വെയർ കമ്പോണൻസും ഉണ്ട്. ഇവ രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടറിന് പല ടാസ്കുകളും ചെയ്യാൻ സാധിക്കുന്നത്. അവിടെ വരെ ഓക്കെ ആണോ? അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? ഓക്കെ. Then അടുത്തത് the fundamental components of a computer consist of a central processing unit CPU, memory, input or output devices and storage devices. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU, മെമ്മറി, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ് മുതലായിട്ടുള്ളവ. അതിൽ CPU-നെയാണ് നമ്മള് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് CPU. ഇപ്പൊ CPU-ന്റെ ആ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നടപ്പിലാക്കുന്നു, അതുപോലെ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്ന ഭാഗമാണ് അല്ലെ, അതിനുവേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഏരിയയാണ് CPU എന്ന് പറയുമ്പോൾ. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ നടപ്പിലാക്കുന്നു, കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു CPU-ന് ആവശ്യമായ ഡേറ്റാസ് ആയിക്കോട്ടെ, ഇൻസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ എളുപ്പത്തിൽ അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഇടമാണ് മെമ്മറി. മെമ്മറി സ്റ്റോർസ് data and instruction that the CPU required to access quickly. CPU-നെ പെട്ടെന്ന് quickly access ചെയ്യാൻ, വേഗത്തിൽ quickly access ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മെമ്മറിയിലാണ് ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. Then input or output device എന്ന് പറഞ്ഞാൽ make the user able to interact with the computer. കമ്പ്യൂട്ടറുമായിട്ട് ആ ഒരു യൂസറിന്, ആ ഒരു ഉപയോഗിക്കുന്ന വ്യക്തിക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഡിവൈസുകളാണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇൻപുട്ട് ഡിവൈസിന് രണ്ട് എക്സാമ്പിൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, കീബോർഡ്, മൗസ് മുതലായിട്ടുള്ളവ. സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം യൂസിന് വേണ്ടി, ലോങ് ടേം ആയിട്ടുള്ള ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് ഡേറ്റാസും പ്രോഗ്രാമുകളും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് ഡിവൈസുകൾ ഉള്ളത്. ദെൻ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ്. that allow the computer to perform specific tasks. ചില പ്രത്യേക ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിനെ അനുവദിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻസും. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.
ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ ഭാഗം? ശരി. നെക്സ്റ്റ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ വരാൻ? പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. മൗസ് കൊടുത്തിട്ടുണ്ട്, പ്രിന്റർ, സ്പീക്കർ, പവർ സപ്ലൈ, GPU എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് കേട്ടോ. നമ്മുടെ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ ഫോൺസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ഇമേജസ് ആയിക്കോട്ടെ, ഗ്രാഫിക്സ് ആയിക്കോട്ടെ, റാപ്പിഡ്ലി പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് കേട്ടോ. അതുപോലെ ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസർ, കമ്പ്യൂട്ടർ കേസ്, അതുപോലെ തന്നെ കീബോർഡ്, മോണിറ്റർ, ഇതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. മൗസ്, പ്രിന്റർ, സ്പീക്കർ, പവർ സപ്ലൈ, GPU അല്ലെങ്കിൽ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസർ അല്ലെങ്കിൽ CPU, കമ്പ്യൂട്ടർ കേസ്, കീബോർഡ്, മോണിറ്റേഴ്സ്. ഇത് മിക്ക ഭാഗങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടില്ലേ? ഇതിൽ ഭൂരിഭാഗം ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ? അടുത്തത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ്. കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ഭാഗമാണ് കേട്ടോ. നമ്മൾ ഓരോന്നും നമ്മൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത്? ഫസ്റ്റ് വൺ ആണ് ഹാർഡ്വെയർ. നമ്മൾ പറഞ്ഞിരുന്നു ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ കമ്പോണൻസും ഉണ്ട് അല്ലെ? അപ്പൊ അതിൽ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഹാർഡ്വെയർ? എന്താണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാല് നമുക്ക് നേരിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഒരു ഹാർഡ്വെയർ എന്ന് പറയുമ്പോ അതിന്റെ ഫിസിക്കൽ പാർട്സ് ആണ് അല്ലെ? എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഹാർഡ്വെയർ എന്നതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാനും നമുക്ക് എന്താണ് കാണാനും ടച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ അല്ലെ, ഫിസിക്കൽ പാർട്സിനെയാണ് നമ്മള് അല്ലെങ്കിൽ ഫിസിക്കൽ കമ്പോണൻസിനെയാണ് നമ്മള് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോ ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിന്റെ അതെ ടാൻജിബിൾ റിസോഴ്സ് ആണ്. അപ്പോ ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണന്റിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ലൈക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം അല്ലെ? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് CPU പറയാം, മെമ്മറി പറയാം, സ്റ്റോറേജ് ഡിവൈസ് പറയാം, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകള്, മദർ ബോർഡ് മുതലായവയെല്ലാം കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസ് ആണ് അല്ലെ? അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസിനെയാണ് നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ എക്സാമ്പിളും ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഹാർഡ്വെയർസിന് എക്സാമ്പിളുകളാണ്. സോഫ്റ്റ്വെയർസ് വരുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ ഹാർഡ്വെയർ മനസ്സിലായല്ലോ? കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസിനെയാണ് നമ്മുടെ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകള്, മദർ ബോർഡ് മുതലായവയെല്ലാം ഒരു കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസ് ആണ്. അത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ആണ് സോഫ്റ്റ്വെയർ. അടുത്തത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ programs and operating system that make the computer able to perform tasks. അപ്പൊ ഇവിടെ സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. that make the computer able to perform tasks. അല്ലെ? ചില ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ സഹായിക്കുന്ന പ്രോഗ്രാമുകളെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയുമാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. This consists of system software നമ്മൾ പറയാറുണ്ട് അല്ലെ? സിസ്റ്റം സോഫ്റ്റ്വെയർസ്, വിൻഡോസ്, ലിനക്സ്, ഇതൊക്കെ കേട്ടിട്ടില്ലേ പേര്? മാക്കോസ് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. മാക്കോസ് നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവില്ല. വിൻഡോസ്, ലിനക്സ് ഒക്കെ കേട്ടിട്ടില്ലേ? ആ പേരുകൾ കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള അവയാണ്, അതാണ് അത്തരത്തിലുള്ളതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് എക്സാമ്പിൾ വേർഡ് പ്രോസസേഴ്സ്, വെബ് ബ്രൗസേഴ്സ്, ഗെയിം, ഇതൊക്കെ ഗെയിംസ് ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോ ഇത്തരത്തിലുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളെയൊക്കെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന് അവരുടെ ചില ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ട്, പ്രത്യേകമായിട്ടുള്ള ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിനെ അനുവദിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ഏബിൾ ആക്കുന്ന ചില പ്രോഗ്രാമുകളെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയുമാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റും? നമുക്ക് മറ്റുള്ള ഫിസിക്കൽ കമ്പോണൻസിനെ പോലെ കാണാനോ തൊടാനോ ഒക്കെ നമുക്ക് പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ അവിടെ സോഫ്റ്റ്വെയറിന്റെയും എന്താണ് ഹാർഡ്വെയറിനും തമ്മിലുള്ള പ്രത്യേകതകൾ നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചാൽ മറന്നു പോകില്ല കേട്ടോ. അപ്പൊ അവിടെ സിസ്റ്റം സോഫ്റ്റ്വെയർസിൽ വരുന്നത് വിൻഡോസ്, മാക്ബോക്സ്, ലിനക്സ് മുതലായവയാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് വേർഡ് പ്രോസസർ, വെബ് ബ്രൗസേഴ്സ്, ഗെയിംസ് മുതലായവയും വരുന്നുണ്ട്. ക്ലിയർ ആണോ ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ എന്താന്നുള്ളത്? ഇവ രണ്ടും കൂടി ഒരുമിച്ച് സഹകരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഒരു കമ്പ്യൂട്ടറിന് പല പല ടാസ്കുകളും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആണോ ഇത്? ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അടുത്തത് തേർഡ് വൺ ആണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. The brain of the computer. എപ്പോഴും ചോദിക്കാനുള്ള ഒരു ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏതാണ് ചോദിക്കാറുണ്ട്. CPU എന്തെന്നറിയപ്പെടുന്നു? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നു. That carry out instructions, perform calculation and control data processing. ഇവിടെ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നു, കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നു, അതുപോലെ ഡേറ്റ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാരി ഔട്ട് ഇൻസ്ട്രക്ഷൻസ്, നമുക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നു, പെർഫോം കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നു, അതുപോലെ ഡേറ്റ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട കൺട്രോളും ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് CPU എന്ന് പറയുന്ന ഭാഗം. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. where the computer store data and instruction that are currently used. നിലവിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും, നിലവിൽ ഉപയോഗിക്കുന്ന ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. It include random access memory അല്ലെങ്കിൽ RAM and cache memory. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് റാൻഡം ആക്സസ് മെമ്മറി, റാമും റോമും ഒക്കെ കേട്ടിട്ടില്ലേ? ROM, RAM, RAM and ROM ഒക്കെ. അപ്പൊ റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ ഈ ഒരു മെമ്മറി അല്ലെങ്കിൽ അതെ നോക്കിയേ, റീഡ് മെമ്മറി ഒക്കെ. അതുപോലെ തന്നെ ക്യാച്ചിങ് മെമ്മറി, രണ്ടും ഈ ടെമ്പററി സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ മെമ്മറിക്ക് എക്സാമ്പിൾ ആയിട്ട് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇതില് ഈ ഒരു റാൻഡം ആക്സസ് മെമ്മറി ആയിക്കോട്ടെ, ക്യാച്ചിങ് മെമ്മറി ആയിക്കോട്ടെ, ഇതെന്ന് പറയുന്നത് ഇതൊരു സ്മോൾ ആൻഡ് ഫാസ്റ്റ്, പെട്ടെന്ന് നമുക്ക് സ്മോൾ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന മെമ്മറിയാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോ CPU-ന്റെയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മെമ്മറിയുടെ ഒക്കെ ഇടയിലായിട്ട് ഒരു ബഫർ ആയിട്ട് ഈ ഒരു എന്താണ് ക്യാഷെ മെമ്മറി ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ പെട്ടെന്ന് നമുക്ക് ഡേറ്റാസ് റിട്രീവ് ചെയ്യാനോ ആ ഒരു പ്രോസസ്സ് ചെയ്യാനോ ഒക്കെ സഹായിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ CPU-ന് പെട്ടെന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഡേറ്റാസ് പെട്ടെന്ന് അസസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് അത്തരം ഇൻസ്ട്രക്ഷനും ഡേറ്റാസും സ്റ്റോർ ചെയ്യുന്ന കമ്പ്യൂട്ടറിലെ ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ് എന്ത് മെമ്മറി എന്ന് പറയുന്നതിൽ. റാൻഡം ആക്സസ് മെമ്മറിയും ക്യാche മെമ്മറിയും ഇതിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത് സ്റ്റോറേജ്. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസുകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, ഇതൊക്കെ നിങ്ങൾ ഹാർഡ് ഡിസ്ക് കണ്ടിട്ടില്ലേ? ഇത്തരത്തിലുള്ളവ പെർമനന്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ലോങ് ടേം ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇല്ലേ? ഹാർഡ് ഡിസ്കുകള് അല്ലെങ്കിൽ നമ്മുടെ നമ്മളല്ലാതെ ഉപയോഗിക്കുന്ന പെൻ ഡ്രൈവുകള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റോറേജ് ചെയ്യാം. നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും അതിലെ ഡേറ്റാസ് കിട്ടില്ലേ? കിട്ടുമോ? ലോങ് ടേം യൂസ് അല്ലേ ഇതൊക്കെ? അപ്പൊ അത്തരത്തിലുള്ള ഡിവൈസുകളാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. Permanent storage devices, hard disk drive, solid state drives, used to store data, program and operating system, even when the computer is power off.
കമ്പ്യൂട്ടർ പവർ ഓഫ് ആവുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാം. പ്രോഗ്രാം ആയിക്കോട്ടെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, ഒന്നും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതെല്ലാം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് പെർമനന്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും എപ്പോ വേണമെങ്കിലും ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അടുത്തത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ്. These are devices used to interact with the computer like keyboard, mic എന്നാണ് അവിടെ, മോണിറ്റർ, പ്രിന്റർ ആൻഡ് സ്കാനർ. ഇതെല്ലാം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അവിടെ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്ന, ആ ഒരു യൂസറിന്റെ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഇടപഴകൽ നടത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. അതിൽ കീബോർഡ്, മൈക്ക്, മോണിറ്റർ, പ്രിന്റർ, സ്കാനർ, ഇതെല്ലാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്തതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ that control computer resources, control hardware devices and provide a user interface for interacting with the computer. ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ ഇത്തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലെ റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങളെ നിയന്ത്രിക്കാനും അതുപോലെ ഹാർഡ്വെയർ ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഇസ് ആൻ യൂസർ ഇന്റർഫേസ് ഫോർ ഇന്ററാക്ടിംഗ് വിത്ത് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിലൂടെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ റിസോഴ്സുകളെ നിയന്ത്രിക്കാൻ പറ്റും, ഹാർഡ്വെയർ ഡിവൈസുകളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS എന്ന് പറയുന്നത്. ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ആ ഒരു ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. മൗസ് ഇതിൽ തെറ്റുണ്ട് കേട്ടോ. ആ ഒരു മൈസ് എന്നാണ് കിടക്കുന്നത് കേട്ടോ, അത് മാറ്റണേ. മൗസ് കേട്ടോ, മൗസ് ഉണ്ട്, മൈക്കുണ്ട്, അങ്ങനെ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യും കേട്ടോ. ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. അപ്പൊ അതില് അതിന്റെ എക്സാമ്പിളുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇതിന്റെ ആണെങ്കിലും അതിന്റെ എക്സാമ്പിളുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ അത് ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിന്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം കേട്ടോ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയറിന്റെ ഒക്കെ എക്സാമ്പിൾ. വായിച്ചു കഴിഞ്ഞോ? ആ, അത് മിസ് ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ വേർഡ്, പവർ പോയിന്റ്, എക്സൽ ഇതൊക്കെ നമുക്ക് ഒരുമിച്ചാണ് പറഞ്ഞു പോവാം. അപ്പൊ അതാണ് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.